Yes, guys, I have become a real F1 driver. Thank you, EA Creative Network, for sponsoring this video. അവരുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് പോസിബിൾ ആയത്. So here we are in F125. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഗൈസ് എനിക്ക് ഇങ്ങനെ F1 ഗെയിം കളിക്കണമെന്ന്. ഈ ഒരു ഗെയിം പൈസ കൊടുത്ത് വാങ്ങാനുള്ള ഒരു നിവൃത്തിയൊന്നും ഇപ്പോൾ ഇല്ല. ബട്ട് EA Creative Network നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗെയിം ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഐ എം റിയലി എക്സൈറ്റഡ് ടു ഡു ദിസ് വീഡിയോ ആൻഡ് ഇതൊരു സീരീസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. മാർഷ് ഫുട്ബോൾ കരിയറിൽ നിന്ന് തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തിട്ട് ഈ ഒരു കരിയറിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു കരിയറിലെ AI ഡിഫിക്കൽട്ടി ഒരു 65 വെക്കാൻ തോന്നുന്നു അല്ലേ. ഇപ്പോൾ തൽക്കാലം അത്ര മതി. നമ്മളെ കഴിവ് എങ്ങനെ ഉണ്ടെന്ന് കളിച്ചു നോക്കിയിട്ട് ഇതൊരു പുതിയ ഗെയിമാണ്. F122 ആണ് ഞാൻ കളിച്ചിട്ടുള്ളത് ആകെ. സോ ഇറ്റ്സ് ടൈം ടു ക്രിയേറ്റ് മാർഷ് ബോയ്സ്. ഫെർണാണ്ടസ് തന്നെയാണ്, പേരെല്ലാം കറക്റ്റ് ആണ്. നമുക്ക് ആളെ മാറ്റാൻ പറ്റൂലേ? ആളെ മാറ്റണം എനിക്ക്. നമുക്ക് ലേശം ഗുഡ് ലുക്കിംഗ് എന്നെ പോലത്തെ ഹാൻസം ആയിട്ടുള്ള ഒരു ചെക്കനെ നോക്കാം. അത് ഈ ചെക്കൻ എടുക്കാൻ തോന്നുന്നു, എന്നെ മുഖം തന്നെ കാണുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ ചെക്കൻ. 65 റേറ്റിംഗ് ആണ് ഗൈസ് മാർച്ചിന് തുടങ്ങുമ്പോൾ തന്നെ ഉള്ളത്. അതെല്ലാം എങ്ങനെ കൂട്ടാൻ പരിപാടി ഒന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ വെറുതെ ഇതിൽ കയറി കളിക്കൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും കുറെ കൺഫ്യൂഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പഠിച്ചിട്ട് അങ്ങ് പോവാം. ഇതിൽ ഹെൽമെറ്റ് എല്ലാം ചൂസ് ചെയ്യാനുണ്ട്. നല്ല ഏതെങ്കിലും ഗണ്ണ് പോലത്തെ ഹെൽമെറ്റ് ചൂസ് ചെയ്യാം. ഇത്ര ഹെൽമെറ്റ് ഉള്ള ഇതെന്നെ എടുക്കാൻ തോന്നുന്നു. ഗൈസ്, ഇറ്റ്സ് ടൈം ടു സെലക്ട് ദ ടീം ദാറ്റ് മാർഷ് വിൽ ഡ്രൈവ് ദിസ് സീസൺ. നമുക്ക് തുടക്കത്തിൽ തന്നെ ബിഗ് ടീംസ് ലൈക്ക് മെക്ലാരൻ ഇവിടെ ഒന്നും പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ആസ്റ്റൺ മാർട്ടിൻ വേണമെങ്കിൽ പോവാം. അവർ അത്ര ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമല്ല. വേണമെങ്കിൽ വില്യംസ് റേസിംഗിൽ പോവാം. ഇവിടെ പോവും. അല്ലെങ്കിൽ റെഡ് ബുൾ ക്യാഷ് ആപ്പ്, ആൽപൈൻ. ഗൈസ്, എനിക്ക് തോന്നുന്നത് വി വിൽ സ്റ്റാർട്ട് ഫ്രം ആസ്റ്റൺ മാർട്ടിൻ. അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമാണ്. ലാൻഡ് സ്ട്രോളിനായിട്ട് നമുക്ക് റിപ്ലേസ് ചെയ്യാം. അതായിരിക്കും നല്ല. ഈ പുണ്ണാക്കിനൊന്നും ആവശ്യമില്ല. എനിക്ക് ഫെർണാണ്ടോ അലോൺസോ മതി ടീമേറ്റ് ആയിട്ട്. ലാൻഡ് സ്ട്രോൾ വെറുതെ വോളിൽ പോയി കുത്തലാണ് ചങ്ങാതി പരിപാടി. സോ ആസ്റ്റൺ മാർട്ടിന്റെ ഈ ഒരു സീസൺ ലീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർഷലും അതേപോലെ തന്നെ ഫെർണാണ്ടോ അലോൺസോ ആയിരിക്കും. ലെറ്റ്സ് ഗോ. കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ടൈമാണ് ഇപ്പോൾ. നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സീസണിൻ്റെ അവസാനം ഏത് റേറ്റിംഗിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ 65 നമുക്ക് ഈ ഒരു സീസൺ കഴിയുമ്പോൾ 66, 67, ഒരു 70 റേറ്റിംഗിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന കോൺഫിഡൻസിൽ നമ്മൾ ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഹാവ് ടു റീച്ച് ദാറ്റ് 70% റേറ്റിംഗ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കോൺട്രാക്ട് ടെർമിനേറ്റ് ആയി നമുക്ക് അടുത്ത സീസണിൽ ഒരു സീറ്റ് പോലും ഉണ്ടാവില്ല Formula 1. സോ ഇറ്റ് ഈസ് ഹാർഡ് ഡിസിഷൻ. പക്ഷേ ഐ ബിലീവ് ഇൻ മൈ സെൽഫ് ഗൈസ്. നമ്മൾ 70 ആസ്റ്റൺ മാർട്ടിൻ്റെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഡൺ ഗൈസ്. സോ കോൺട്രാക്ട് എല്ലാം സൈൻ ചെയ്ത് നമ്മളെ വീട്ടിലാന്ന് തോന്നുന്നു ഇത് ഗൈസ്. എൻ്റെ അമ്മേ, വീട്ടിലല്ല ഗൈസ്, ഇത് ഓഫീസാണ്. ബൈ ദ വേ ആസ്റ്റൺ മാർട്ടിൻ്റെ ഓഫീസാണ്. സോ നമ്മൾ അങ്ങനെ ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മളെ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് 10 റേസ് അടങ്ങിയ ഒരു സീസൺ ആണ്. ആൻഡ് അതിൽ തന്നെ ചില റേസസിൽ സ്പ്രിന്റ് ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറയുന്ന ടീമിനെ ജയിപ്പിക്കുക, റേസ് ഓടിച്ച് ജയിക്കുക. അതാണ് ബേസിക്കലി സംഭവം. വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഭൂരിഭാഗം അയ്യോ ഇതൊന്നും തിരിയുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ കളിച്ചാകുമ്പോൾ അല്ലെങ്കിൽ ഒരു റേസ് കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഭൂരിഭാഗം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റേസ് കളിക്കുക, ജയിക്കുക. Formula 1 ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സംഭവങ്ങളെല്ലാം തിരിവായിരിക്കും. ഈ ഒരു സീസണിൽ നമ്മൾ ആദ്യത്തെ റേസ് ഗൈസ് ഓസ്ട്രേലിയയിലാണ്. റേസിന് മുന്നേ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ക്വാളിഫിക്കേഷനും ടൈം ഉണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് റേസ് തുടങ്ങുക. അപ്പോൾ നമ്മളെ പ്രാക്ടീസ് സെഷൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറേ ഈ ഒരു ഗെയിം കളിച്ചിട്ട് F125 കളിക്കുന്ന ആദ്യമായിട്ടാണ്. സോ ഈ ഒരു സംഭവം എല്ലാം എത്തി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് സെഷൻ അതിൽ യൂസ് ചെയ്യാം ഗൈസ്. എനിക്ക് മാപ്പെല്ലാം മീൻസ് ട്രാക്കെല്ലാം അറിയാൻ ഞാൻ ഇതിനു മുന്നേ കളിച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്രൈവിംഗ് റിയലി ഫീൽസ് ഡിഫറെൻറ്റ്. ഞാൻ ERS, DRS അങ്ങനത്തെ Formula 1 കുറച്ച് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞുതരാം. ആൻഡ് ഇതിൽ ERS എന്ന് പറയുന്നത് ബാറ്ററിയാണ് ഗൈസ്. അതായത് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും 98% ബാറ്ററി എന്നെല്ലാം പറഞ്ഞിട്ട്. ആ ഒരു ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ പവറിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് വിൽ ഗിവ് us മോർ പവർ. നമുക്കിപ്പോൾ അതിനെക്കാട്ടി സ്പീഡ് കൂട്ടാൻ പറ്റും. ഓവർടേക്സിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുക. അതാണ് ERS എന്ന് പറയുന്നത്. ERS എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബാറ്ററി പവറാണ്. പിന്നെ അതേപോലെ തന്നെ DRS എന്ന് പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ ബാക്ക് വിങ്ങിൽ ഓപ്പൺ ചെയ്യുന്ന സംഭവമാണ്. ആ വിങ് നമ്മൾ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ട് നമ്മളെ ഡ്രാഗ് കുറക്കും. അങ്ങനെ നമുക്ക് ആ ഒരു എയർ ഫ്ലോ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള കാറിനെ തോൽപ്പിക്കാൻ പറ്റുന്നതാണ്. ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്താ തിരിയുന്നെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ദ ബേസിക്. ഞാൻ ഈ ഒരു ലാപ്പും കൂടെ എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് ഈ ഒരു ഡ്രൈവിൻ്റെ മെക്കാനിസം ഒന്ന് പഠിക്കട്ടെ. എന്നിട്ട് നമുക്ക് ക്വാളിഫയിങ്ങിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തായാലും ഫസ്റ്റത്തെ റേസ് ആയതുകൊണ്ട് ഈ ഒരു കാർ ഗ്രിഡിൽ അത്ര സൂപ്പർ ആയിട്ടുള്ള കാറൊന്നുമല്ല. നമ്മൾ ആസ്റ്റൺ മാർട്ടിൻ യൂസ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള കാറാണെന്ന് തോന്നുന്നെങ്കിലും Formula 1 ആസ്റ്റൺ മാർട്ടിൻ അത്രയ്ക്ക് ഒരു ടോപ്പ് കാറൊന്നുമില്ല. റെഡ് ബുള്ള് ഇപ്പോൾ മെക്ലാരനാണ് ടോപ്പ്. പിന്നെ റെഡ് ബുൾ, മെർസിഡീസ്, ഫെറാറി അങ്ങനെ പോവാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ആസ്റ്റൺ മാർട്ടിൻ വരുന്നുള്ളൂ. സോ
കാറിൻ്റെ പവർ വൈസ് എഞ്ചിൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല, നമ്മൾ ഡ്രൈവിങ്ങിൽ തന്നെ പിടിക്കേണ്ടി വരും. സോ ഗൈസ് ഞാൻ അങ്ങനെ ഓടിച്ച് ഏകദേശം നോക്കി, പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഞാൻ F122 വലിച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് വരുമ്പം എന്താ നമ്മൾ കൺട്രോൾ എല്ലാം ലേശം ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റിയർ ചെയ്യാനല്ല. പക്ഷേ ഹോപ്പ്ഫുള്ളി വിൽ ബി ഗുഡ്. ആയിരിക്കറിയാം ഗൈസ്, ചിലപ്പോൾ ആദ്യത്തെ റേസ് തന്നെ കൊണ്ടുപോയി കാറ് കത്തിക്കലായിരിക്കും. സോ ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റൊരു ലാപ്പ് ഉണ്ടാവുള്ളൂ ഗൈസ്. ആ ഒരു ലാപ്പിൽ നമ്മൾ ടൈമിംഗ് ആയിരിക്കും ക്വാളിഫിക്കേഷൻ ആയിട്ട് കൂട്ടുക. ആൻഡ് ഏറ്റവും കുറവ് ടൈം കിട്ടുന്ന ആൾ മുന്നിലും പിന്നെ അതിനനുസരിച്ച് കൂടിയ ടൈം കിട്ടുന്ന ആൾ ബാക്കിലുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എന്തായാലും ഗ്രിഡിൽ ടോപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പോൾ പൊസിഷൻ കിട്ടില്ല. മീൻസ് പോൾ പൊസിഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് പോൾ പൊസിഷൻ എന്ന് പറയുക. അറിയാത്തവർക്ക് വേണ്ടി പറയുന്ന കേട്ടാ. ആൻഡ് ബൈ ദ വേ നമുക്ക് 3 ടയേഴ്സ് ആണ് ഈ ഒരു ഗെയിമിലുള്ളത്. സോഫ്റ്റ്, മീഡിയം, ഹാർഡ്. സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സ്പീഡ് കൂടുതലായിരിക്കും, പക്ഷേ കുറച്ച് ലാപ്പ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഗ്രിപ്പ് കുറയും. പിന്നെ നമ്മൾ പോയിട്ട് ടയർ ചേഞ്ച് ചെയ്യേണ്ടി വരും. മീഡിയം എന്ന് വെച്ചാൽ ഓക്കെ ആണ്, കുറച്ച് നേരത്തേക്ക് നോക്കുമ്പോൾ. ഹാർഡ് എന്ന് വെച്ചാൽ ആദ്യം നല്ല സ്പീഡൊന്നും കിട്ടില്ല, പക്ഷേ ലാപ്സ് കഴിയുന്നതിനനുസരിച്ച് അത് സോഫ്റ്റിൻ്റെ ആ ഒരു സ്പീഡിലേക്ക് എത്തുന്നതായിരിക്കും. അതാണ് സംഭവം. ബേസിക്കലി ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെക്കൽ. പിന്നെ മഴയുള്ള സമയത്ത് വേറെ സംഭവങ്ങളാണ് ഗൈസ്. സോ ക്വാളിഫിക്കേഷൻ ടൈമിൽ നമുക്ക് സ്പീഡ് പെട്ടെന്ന് വേണ്ട സമയത്തൊക്കെ നമ്മൾ ഈ ഒരു സോഫ്റ്റ് ടയേഴ്സ് ആണ് യൂസ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദ ട്രാക്ക് ഗൈസ്. Here we go. നമ്മളെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ലാപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടേൺ വാസ് പ്രിറ്റി ഗുഡ്. പക്ഷേ എനിക്ക് മര്യാദയുള്ള കൺട്രോൾ കിട്ടിയില്ല ഗൈസ്. ആ മുന്നിൽ കണ്ട ഒരു ഷാഡോ കാർ, ഒരു ഗോസ്റ്റ് കാർ പോകുന്നത്, അതാണ് നമ്മളെ പോൾ പൊസിഷൻ ലീഡറിനെ കാണിക്കുന്നത്. മാക്സ് വെർസ്റ്റാപ്പൻ ആണ് ഇപ്പോൾ കറന്റ് പോളുള്ളത്. ചങ്ങാനെ കടത്തി കഴിഞ്ഞാൽ നമുക്ക് പോൾ കിട്ടും. പക്ഷേ ഗൈസ് ചങ്ങായി പോകുന്ന സ്പീഡ് നോക്കി ഗൈസ്. ഓരിക്കാണ് ബെസ്റ്റ് കാർ ഉള്ളത്, ഓരിക്കല്ലെങ്കിൽ മെക്ലാറന്നെ. നമ്മളിപ്പോൾ ബാക്കിലാണ്. നമ്മളെ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ 18ാമതായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ മേലെ കാണാൻ പറ്റും നമ്മളെ കറണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. 19ാമതായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ പോക്കെങ്കിൽ. എടാ പോരടാ, ഇത് ഭയങ്കര സ്ലോ അല്ല. ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നെങ്കിലും ഇത് പോരാ ഗൈസ്. ഈ ഒരു ക്വാളിഫിക്കേഷനിൽ നമ്മൾ ഈ ഒരു F1 ജയിക്കണമെങ്കിൽ ഇതൊന്നും പോരാ. വിടടാ, 20ാമത് ഗൈസ്. ആകെ 20 റൈഡേഴ്സാന്ന് തോന്നി. ആദ്യത്തെ റേസിനെ നമ്മൾ P20 ആയിട്ടാണ് ഗൈസ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് തുടങ്ങുകയാണ്. നമ്മളെ ടീമേറ്റ് നമ്മളെക്കാട്ടി മുന്നേ ക്വാളിഫൈ ചെയ്തുകൊണ്ട് അങ്ങനെ ആ ഒരു ടീം റൈവൽറി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും നിങ്ങളിപ്പോൾ തൽക്കാലം അറിയണമെന്നില്ല, വെറുതെ ഓവർ കൺഫ്യൂസിങ് ആക്കണ്ട. ഒരു ടീമിൽ 2 റൈഡേഴ്സ് വെച്ചിട്ടാണ് ഗൈസ് ഉണ്ടാകുക. അങ്ങനെ 10 ടീമുണ്ട്. സോ ടോട്ടൽ 20 റൈഡേഴ്സ് ആണുള്ളത്. ആൻഡ് ഇറ്റ്സ് റേസ് ഡേ ഗൈസ്. ആ ഒരു ഉണക്ക ക്വാളിഫിക്കേഷന് ശേഷം നമുക്ക് ഈ ഒരു റേസിലാണെന്ന് പ്രതീക്ഷയുള്ളത്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സ്റ്റാർട്ടിംഗ് ഗ്രിഡ് ഗൈസ്. മാക്സ് വെർസ്റ്റാപ്പൻ ആണ് പോൾ. യുകി സുനോഡ സെക്കൻഡ് ക്വാളിഫൈ ചെയ്ത്. ഫൈനലി വി ഹാവ് ഒലിവർ ബെയർമാൻ ആൻഡ് മാർക്കസ് ഫെർണാണ്ടസ്. നമ്മുടെ പേര് ഇതിൽ രജിസ്റ്റർ ആയിട്ടില്ല, എന്താണെന്നറിയില്ല. നമ്മളെ ഈ ഒരു റേസ് ഡേയിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ജയിക്കാനൊന്നുമല്ല, ആ ഒരു ടോപ്പ് 10 എങ്ങനെയൊക്കെ എത്തിയിട്ട് ആ ഒരു പോയിന്റ് നേടാന്നുള്ളതാണ്. ഇതൊരു പോയിന്റ് സിസ്റ്റമാണ്. 10 റേസിന്റെ അവസാനം ഏത് പ്ലെയറിനാണോ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത്, എല്ലാ റേസിനെയും പോയിന്റ്സ് കൂട്ടിയിട്ട് അവരായിരിക്കും ഡ്രൈവേഴ്സ് ചാമ്പ്യൻ. ഒരു റേസിന്റെ അവസാനം നമ്മളെ ടീമിന് പോയിന്റ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ എല്ലാ ടീമിനും 10 റേസിന്റെ അവസാനം പോയിന്റ് നോക്കിയിട്ട് ആർക്കാണോ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് ആ ഒരു ടീമായിരിക്കും കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻസ് ആവുക ഈ ഒരു സീസണിലെ. ആൻഡ് ഈ ഒരു പോയിന്റ്സ് കിട്ടാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും പോയിന്റ് കിട്ടൂല. 1 മുതൽ 10 വരെ സ്ഥാനത്ത് വരുന്ന ഡ്രൈവേഴ്സിന് മാത്രമേ പോയിന്റ് കിട്ടുള്ളൂ. സോ അതാണ് നമ്മുടെ ലക്ഷ്യം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ടഫ് ഗൈസ്. 20ാമത് തുടങ്ങിയിട്ട് ആ ഒരു ടോപ്പ് 10 എത്താൻ നിയർലി ഇമ്പോസിബിൾ ആണ്. പക്ഷേ മാർച്ച് ഈസ് ഗോയിങ് ടു ഡ്രൈവ് ഇറ്റ് ഗൈസ്. നല്ലൊരു സ്റ്റാർട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ദിസ് ഈസ് എ ഗുഡ് സ്റ്റാർട്ട്. ലുക്ക് അറ്റ് us go guys, what a start. അതിന്റെ റിയാക്ഷൻ ടൈം സൂപ്പർ ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ളവന്മാരൊന്നും മുന്നിൽ മാറിത്തരാൻ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. Here we go. Allah, break money. Okay, there will be a corner cutting. പക്ഷേ മൈൻഡാക്കണ്ട. ഒരു കണ്ടിട്ടാന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ആ ഒറ്റ സ്റ്റാർട്ടിന് ഫസ്റ്റ് കോർണർ തന്നെ 20ാമത് 12ലേക്ക് ആയിരുന്നു. പക്ഷേ ലുക്ക് അറ്റ് ദ സ്പീഡ് പിയർ ഗാസ്ലി ഓൾ ഹാവ് ഗൈസ്. നല്ലൊരു ഓവർടേക്ക് ഗൈസ്. നമ്മളെ കാർ ഭയങ്കര ഷോക്കും കാറാൻ തോന്നുന്നു കേട്ടോ. സ്പീഡ് തീരെയില്ല തോന്നുന്നു. വെറുതെ അല്ല ഇങ്ങനെ ഉണക്ക ക്വാളിഫിക്കേഷൻ ആയിപ്പോയത്. അടിച്ച് ഗൈസ്. വിങ്ങ് പൊട്ടി ഊമ്പി ഗൈസ്. വിങ്ങ് പൊട്ടിയാൽ വളക്കാൻ പാടായിരുന്നു. പിന്നെ നമ്മൾ ടയർ മാറ്റാൻ വേണ്ടി പിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവന്മാർ വിങ്ങ് മാറ്റുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ സമയം കളയുകയും ചെയ്യും. കുഴപ്പമില്ല, തൽക്കാലം നമ്മളിങ്ങനെ റേസ് ചെയ്യുന്നുണ്ട് ഗൈസ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ലുക്ക് അറ്റ് ദ സ്പീഡ് ഓഫ് ആൽപീൻ വരെ നമ്മളെ കടുത്താണ്. എന്തുണക്ക കാറാണ് ഈ എഞ്ചിനീയേഴ്സ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. മാക്സിമം നമ്മളെ കഴിവുകൊണ്ട് പിടിച്ചിരിക്കാൻ നോക്കാം. ഇതല്ലാണ്ട് കാറിന്റെ കഴിവുകൊണ്ട് നമ്മൾ എന്തായാലും എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല ഈ ഒരു സീസണിൽ. മര്യാദക്ക് അവിടെ വളയുന്നില്ലാണ് ഇത്. വിങ്ങ് പണിയായിട്ടാണ് തോന്നുന്നു കയ്യിൽ.
നമ്മുടെ മുന്നിലുള്ള ലിയം ലോസ് നമ്മളെ കാട്ടി 1.2 സെക്കൻഡ്സ് ആയിട്ടാണ് നമ്മൾ ബാക്കിലുള്ളവരാണെങ്കിൽ നമ്മളെ കടത്താൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ നമുക്ക് ഇനി ഓവർടേക്ക് ബട്ടൺ യൂസ് ചെയ്യാം. ഇതാണ് ബാറ്ററി എന്ന് ഞാൻ പറഞ്ഞ സാധനം. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സ്പീഡ് കൂടുതൽ നിങ്ങൾ കണ്ട കൈസ്. നിങ്ങൾക്ക് സ്പീഡ് കൂടുതൽ തിരിയുന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ടൈം കാണിക്കുന്നുണ്ടാവും. നമ്മുടെ മുന്നിലുള്ളവർ നമ്മളുള്ള ആ ഒരു സ്പീഡ് കാണിക്കുന്നത്. സോ അത് നിങ്ങൾ നോക്കിയാൽ മതി, അന്നേരം നിങ്ങൾക്ക് തിരിയുന്നതായിരിക്കും. നമ്മളത് മുന്നോട്ടേക്ക് പോകുന്നത് ബാക്കോട്ടേക്കാണ് അറിയുന്നത്. നമുക്ക് പിടിക്കാം കൈസ്, നമുക്ക് പിടിക്കാം. ഓവറായിട്ട് കാറ് ജ്യൂസ് ആക്കണ്ട കൊണ്ട് പോയി. അയ്യാ ആ ഒരു ടേൺ നമ്മൾ മിസ്സായി കഴിഞ്ഞു. ആ ഒരു ടേൺ നമ്മൾ മിസ്സായി. കുഴപ്പമില്ല. പക്ഷേ വിങ് ഡാമേജ് ആയി വല്ലാത്ത നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാം. ബാറ്ററി രണ്ടാൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളെ എന്ത് പെനാൾട്ടി ഞാൻ ഒന്നും ചെയ്തില്ല. പൂർണ്ണയാണ്. No need to worry about the tyre condition for now. Everything's looking good. ലിയം ലോസിനെ പിടിക്കാൻ നോക്കിയിട്ട് അലക്സ് ആൽബോൺ നമ്മളെ തോപ്പിച്ച് മുന്നിലെത്തി. ബാക്കിൽ നിക്കോ ഹൾക്കൻബർഗ് വരുന്നുണ്ട് സോബറിന്റെ കാറുമായിട്ട്. ഓന് നമ്മളെ കടത്തിയടാ. എന്ത് ഉണക്ക കാറാണ് എനിക്ക് കിട്ടിയത്. ഇത് എന്ത് കാറാണിത്? ഇച്ചാതി ഊക്ക് തെറ്റിയ കാർ വെറുതെ ആസ്റ്റൺ മാർട്ടിനിൽ പോയി ഗൈസ്. ഈ ഒരു റേസോട് കൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ ക്വാളിഫിക്കേഷൻ മര്യാദ നടത്തിയിട്ടില്ലെങ്കിൽ ഓടിപ്പിടിക്കൽ ടഫായിരിക്കും. വേറെ കോഴ്സ് ഞാൻ ബ്രേക്കിംഗ് റേസ് ലീറ്റാക്കിയതാണ്. പക്ഷേ പണിവാളി നിക്കോ ഹൾക്കൻബർഗ് നമ്മളെ വിടാണ്ട് പിന്തുടരുന്നുണ്ട് ഗൈസ്. ചങ്ങായിക്കാണെങ്കിൽ DRS ഉണ്ടായിപ്പോ നമുക്കത് ഇല്ല. ചെറിയൊരു കോർണർ കട്ടിങ് ആണ് ഗൈസ്. പ്രശ്നമില്ല. നിക്കോ ഹൾക്കൻബർഗ് നമ്മളെ കടത്താൻ കുറെ നേരം ശ്രമിക്കുന്നത്. ചങ്ങായി നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല ആ ഒരു സ്പേസ്. കടത്തിയടാ. ഫൈനലി നിക്കോ ഹൾക്കൻബർഗ് നമ്മളെ മാറി കടന്ന് DRS സോണിൽ. നമുക്ക് ഓനെ പിടിക്കാം. പോയടാ പോയി. ഇനി എനിക്ക് ഒന്നും പിടിക്കാൻ പറ്റും തോന്നി. നമ്മളെ ബാക്കിലുള്ളവൻ അത് നമ്മളെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ. Right, the gap to the teammate ahead of us, 0.0 seconds. Okay, mate, let's try and climb up the order if we can. We're setting you a new target. Push. ഇത് പുഷ് ആവണ്ടേ? ഇതുവരെ ഞാനൊരു മിസ്റ്റേക്ക് എന്ന് പറയും ഒരു സാധനം ചെയ്തില്ല. കീട്ടിൽ ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടർ ചെയ്ത് ഈ കാർ എന്നെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്യുന്ന കഴിയുന്നത്. ഞാൻ എത്ര നല്ല ഓടിച്ചിട്ടും കാര്യമില്ല. ഈ കാറിന് ഉണക്ക സ്പീഡാണ്. എന്ത് പറയാനാണ്? Okay, the pit window's open, so let's box this lap. ഈ ഒരു ലാപ്പിൽ നമ്മൾ ബോക്സ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ടയർ ചേഞ്ച് ചെയ്യും. സോ മാക്സിമം ബാറ്ററി യൂസ് ചെയ്ത് പറ്റാവുന്ന ടൈം എടുക്കുക. കാരണം നമ്മളെ ബോക്സ് ചെയ്യാൻ കയറുന്ന സമയത്ത്, അതായത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർ നമ്മളെ കടത്തി പോകുന്നതായിരിക്കും. സോ അതിന് ലേശം ഒന്ന് കുറക്കേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു ബാറ്ററി യൂസ് ചെയ്യുന്നത്. വേറെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടയർ മാത്രമല്ല നമ്മളെ വിങ്ങും ചെയ്ത് ഈ പുണ്ണാക്കിങ്ങൾ അങ്ങനെ എക്സ്ട്രാ ടൈം പോയി ചെയ്യും. വെറുതെ ആ ഒരു ഫസ്റ്റിൽ ആ വിങ് കൊണ്ടുപോയി അടിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല എനിക്ക്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 16ാമതാണ്. നമ്മൾ പിറ്റ് നിറയുന്ന സമയത്ത് വീണ്ടും 20 സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിറ്റ് എൻട്രി ചെയ്തിട്ടുണ്ട്. വേറെ ആരോ പിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടെ. പക്ഷെ അതൊന്നും നമ്മളെ ഇഷ്യൂ അല്ല. ചേഞ്ച് ചെയ്യണ്ട. നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ ലെറ്റ്സ് ഗോ. കം ഓൺ, ഗുഡ് വർക്ക് ടീം. നമ്മൾ ഈ ഒരു പിച്ച് സ്റ്റോപ്പിൽ മീഡിയം ടയേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത്. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ലാസ്റ്റ് ആണ്. കുഴപ്പമില്ല. ബാക്കിയുള്ളവർ ഇതുവരെ പിറ്റ് ചെയ്തില്ല. അവർ പിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഈ ഒരു ടൈം റീഗെയിൻ ചെയ്യാൻ പറ്റും. കുറച്ച് ആൾക്കാർ പിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഓടി പിടിക്കാൻ നോക്കാം. ഒരു പിറ്റ് ചെയ്ത് ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് അപ്പുറം എത്താൻ പറ്റില്ല. ആ പോസ്റ്റ് നമുക്ക് കിട്ടും. കമോൺ. ഒരുത്തനെ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. കുഴപ്പമില്ല. ആരെങ്കിലും പിറ്റ് ചെയ്തില്ല. ആരും പിറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. ഹൾക്കൻബർഗിനായിട്ട് ഓക്കെ ആരെല്ലാം പിറ്റ് ചെയ്ത് കുറെ ആൾ പിറ്റ് ചെയ്ത് കയറി പോടാ പിടിക്കാം. ഒരു ടോപ്പ് 10 വേണം നമുക്ക്. We need points in this race. ഫസ്റ്റ് റേസ് തന്നെ ഒരു പോയിന്റ് വേണം. ലിയം ലോസൺ പിന്നെ നമ്മളെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഉണ്ടാവൻ 15ാം സ്ഥാനം. നമ്മൾ 14ലേക്ക് ആയിട്ടുണ്ട്. വിചാരിച്ച പിടിക്കാൻ പറ്റും ഗൈസ്. വിചാരിച്ച ലിയം ലോസനെ പിടിക്കാൻ പറ്റും. കുറച്ച് ലേശം സ്പീഡിൽ ഒരു കാറാണെങ്കിൽ ഞാൻ ഈസി ആയിട്ട് ഇവരെല്ലാം കടത്തിയാണ് ഗൈസ്. നമുക്കൊരു ഉണക്ക കാറാണ് ഇവർ തന്നെ ആസ്റ്റൺ മാർട്ടിന്. ലിയം ലോസനെല്ലാം പറക്കുകയാണ് ഗൈസ്. നമ്മളെ മുന്നിലുണ്ടായിരുന്ന പറക്കുന്ന നോക്കിയാട്ടെ കുറെ കാണാണ്ടായി ഗൈസ്. പക്ഷെ നമ്മൾ മുന്നോട്ടേക്ക് എത്തിയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ മുന്നിൽ നോക്കുമ്പോൾ നമ്മളെ കുറെ കാറ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ഒരു ഗ്രൂപ്പിലൂടെ പിടിക്കാൻ നമുക്ക് നോക്കണം. ലിയം ലോസൺ നിക്കോ ഹൾക്കൻബർഗ് ആ ഒരു പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടൈം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവർ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈം ലൂസ് ആവും. നമ്മളെ ലാസ്റ്റ് ലാപ്പാണ് ഗൈസ്. ആൻഡ് നിക്കോ ഹൾക്കൻബർഗ് നമ്മളെ തൊട്ട് മുന്നിലുണ്ട്. നമുക്ക് ജയിച്ചതിനല്ല ഓനെ കടത്തിങ്ങനെ പോയിന്റ്സ് ഒന്നും കിട്ടില്ല. പക്ഷേ ലെറ്റ്സ് ട്രൈ ടു ബീറ്റ് ഹിം. അയ്യോ അങ്ങനെയാണെങ്കിൽ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. നാഷണൽ ബാറ്ററി ചാർജ് ലാസ്റ്റിലേക്ക് വെക്കേണ്ടി വരും ഗൈസ്. എൻ്റെ മിസ്റ്റേക്കാണത് വെക്കാത്തത്. ഡൈ ബോംബ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ ഈ ഒരു കോർണറിൽ ഇല്ലടാ കിട്ടിയില്ലടാ. He went through.
നിക്കോ ഹൽക്കൻബർഗ് ചങ്ങല പൊട്ടിച്ചോടിയിരിക്കുകയാണ്. ഇതിന് കയ്യെത്താ ദൂരത്തേക്ക് പോയടാ. ഓൻ ബാറ്ററി കുറെ റിസർവ് വെച്ചിരുന്നു. നമ്മളാണെങ്കിൽ അത് മറന്നുപോയി ബാറ്ററി വെക്കാൻ. ആൻഡ് ദ റേസ് ഈസ് ഓവർ ഗൈസ്. നമ്മൾ ചെക്കേർഡ് ഫ്ലാഗ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫസ്റ്റ് റേസ് മെൽബണിലെ ഓസ്ട്രേലിയൻ GP നമ്മളങ്ങനെ 16ാം സ്ഥലത്താണെങ്കിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മെക്ലാരന് വേണ്ടി ലാൻഡോ നോറിസ് ആണ് ഗൈസ് ഈ ഒരു ഗ്രാൻഡ് പ്രീ ജയിച്ചിട്ടുള്ളത്. മെൽബൺ ലാൻഡോ നോറിസ്. നമ്മുടെ ടീമിന് വേണ്ടി നമുക്ക് പോയിന്റ് ഒന്നും നേടാൻ വേണ്ടി പറ്റിയില്ല ഗൈസ്. ഫെർണാണ്ടോ അലോൺസോ ആണെങ്കിൽ പോയിന്റ് നേടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ടോപ്പ് 10ലാണ് ചങ്ങായി ഫിനിഷ് ചെയ്തത്. ഒരു കാര്യം എനിക്ക് ഈ റേസ് കൊണ്ട് മനസ്സിലായത്, നമ്മളെ കാർ അത്ര സൂപ്പറൊന്നുമല്ല. എനിക്കറിയില്ല എങ്ങനെയാണ് ആൽപ്പിനല്ല നമ്മൾ ഇത്ര ഈസി ആയിട്ട് കടത്തുന്നതെന്ന്. മേ ബി എന്തെങ്കിലും അപ്ഗ്രേഡ്സ് നമ്മൾ ചെയ്യണമായിരിക്കും. സോ ഐ ലുക്ക് ഇൻ ടു ദാറ്റ്. ക്വാളിഫിക്കേഷൻ ഈസ് ഗോയിങ് ടു ബി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. ഓടിച്ചിട്ട് പിടിക്കാന്ന് വെച്ചാൽ പറ്റൂല. അതിനുള്ള സാധനം നമ്മളെ കയ്യിലില്ല. നമ്മൾ ക്വാളിഫിക്കേഷൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കണം. ഇനിയുള്ള എല്ലാ റേസിലും നല്ലൊരു പൊസിഷൻ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ അസ്. സോ നമ്മൾ തൽക്കാലം ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അത് F1 വീഡിയോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് കുറേ മിസ്റ്റേക്സ് ഉണ്ടാകും. ഫുട്ബോൾ കമൻട്രി പറയുന്ന പോലെ ഇതിൽ പറയാമെന്ന് എനിക്ക് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത് സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണോ ഇല്ലെങ്കിൽ അത് രസമില്ല എന്നാണെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ മാർച്ചിൻ്റെ ഫുട്ബോൾ കരിയർ മോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്താണ് ഗൈസ്. അത് കമൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ലെറ്റ് മീ നോ വാട്ട് വി ഷുഡ് ഡു. താങ്ക് ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വൺ ഗൈസ്. പീസ് ഔട്ട്.